ഡൊമിനാറിന്റെ ഈ ഒരു ഫീച്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹലോ ഫോക്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ചെയ്ത റിവ്യൂസിൽ നിന്നും അല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. കാരണം അടുത്തിടയ്ക്ക് കുറച്ച് മെസ്സേജസ് യൂട്യൂബിൽ എനിക്ക് വന്നിരുന്നു. കുറച്ച് ഫോർമലായിട്ടല്ലാതെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിൽ അവതരണ ശൈലിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി വീഡിയോസ് മികച്ചതായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ജെന്യുവനായിട്ടുള്ള കുറേ കമൻറ്റ്സ് എനിക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് സംഗതി മാറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ശൈലിയാണ് മികച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആദ്യം ഡിസൈനെ പറ്റി സംസാരിക്കാം. ഡൊമിനാറിൻ്റെ ഒരുപാട് റിവ്യൂസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പോരാത്തിന് 2019 മോഡൽ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ ഡൊമിനാർ ലോഞ്ച് ചെയ്താൽ ഉടൻ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും. ബജാജ് ഡൊമിനാർ 2016 ലോഞ്ച് ചെയ്തപ്പോൾ ആ കളർ സ്കീം വളരെ ഫെയിലിയർ ആയിട്ടുള്ള ഒരു കളർ തീമായിരുന്നു. പിന്നീട് 2018 കുറച്ച് നല്ല കളർ തീം ഡൊമിനാർ അപ്ലൈ ചെയ്തത്. ബജാജ് അവതരിപ്പിച്ച ആ ഡിസൈൻ കുറച്ച് ഹിറ്റായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡുക്കാറ്റി ഡിയാവലാണ് ഡൊമിനാറിൻ്റെ ഇൻസ്പിറേഷൻ. ശരിക്കും ഡിയാവൽ എന്ന് പറഞ്ഞാൽ ഡെവിലിഷ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ശരിക്കും ഡിയാവൽ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു അഗ്രസീവ്നെസ്. അത്രയ്ക്ക് മസ്കുലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ആ ഡിസൈൻ്റെ ഏറെക്കുറെ സാമ്യത വരുത്തിയാണ് ഡൊമിനാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പരിധിവരെ ആ കാര്യത്തിൽ ഡൊമിനാറിൻ്റെ ഡിസൈൻ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റ് നല്ല വലിപ്പമുള്ള ഷോക്ക് അബ്സോർബർ, നല്ല വലിപ്പമുള്ള ഫ്യൂൾ ടാങ്ക്, ഇതൊക്കെ നല്ല അഗ്രസീവ്നെസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ബാക്ക് വ്യൂവിലേക്ക് വരുമ്പോൾ പൾസർ 220യുടെ ഒരു സാമ്യത ഇതിനകത്ത് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് വ്യൂ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു പൾസർ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഒരുപക്ഷെ ഡൊമിനാർ ആദ്യം ഓട്ടോ എക്സ്പോയിൽ പൾസർ സീരീസിൽ തന്നെ ഡൊമിനാറിനെ അവതരിപ്പിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാകാം ബജാജ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ ടെയിൽ ലൈറ്റ് പൾസർ 220യുടെ അതേ സ്റ്റൈലിൽ ആണ്. പിന്നെ ബാക്കിലെ മഡ്ഗാർഡ് ഭയങ്കര ലെങ്ത് ഉള്ളതുകൊണ്ട് വീതിയുള്ള ടയറിൻ്റെ ആ ലുക്ക് കവർ ചെയ്തു പോകുന്നുണ്ട്. ചില ഡിസൈൻ ഓൾട്ടറേഷൻസ് നമുക്ക് നോക്കാം. ഡുക്കാറ്റി ഡിയാവലിനെ പോലെ തന്നെ ടയർ ഹാഗർ മാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ മഡ്ഗാർഡിൻ്റെ ലെങ്ത്ത് നല്ലവണ്ണം ഷോർട്ടാക്കി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ മാറിയേനെ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പോരായ്മകളുണ്ടെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിൽ ഓൾട്ടറേഷൻ നടത്തി കഴിഞ്ഞാൽ കിടുക്കൻ ലുക്കാക്കി മാറ്റാൻ പറ്റിയ ഒരു കിടിലൻ ബൈക്കാണ് ഡൊമിനാർ 400. KTM ഡ്യൂക്ക് 390യുടെ എഞ്ചിൻ ടെക്നോളജിയും ആർക്കിടെക്ചറും ബജാജിന്റെ TTSI ടെക്നോളജിയും കോർത്തിണക്കി ട്യൂൺ ചെയ്താണ് എഞ്ചിൻ മേക്ക് ചെയ്തിരിക്കുന്നത്. പവറിന്റെ കാര്യം നോക്കിയാൽ 390 പോലെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള പവർ അല്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് ലഭിക്കുന്നത്. 373 cc നിന്നും 34.5 bhp പവറും 35 Nm ടോർക്കുമാണ് ലഭിക്കുന്നത്. ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 160+ റേഞ്ചിൽ ഓടിക്കാൻ പറ്റും. എഞ്ചിൻ റിഫൈൻമെന്റ് നോക്കുകയാണെങ്കിൽ തീരെ മോശവുമല്ല, എന്നാൽ വളരെ ഗ്രേറ്റ് ആണെന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ്. പക്ഷേ RS 200-നേക്കാളും അല്പം കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫൈൻമെന്റ് ഡൊമിനാറിനുണ്ട്. ഒരു 4000-5000 RPM റേഞ്ചിലേക്ക് പോകുമ്പോൾ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 100-110 റേഞ്ചിലാണ്. ഒരു 130 മുകളിലേക്ക് പോകുന്നതോറും വൈബ്രേഷൻ നന്നായിട്ട് വരുന്നുണ്ട്. എന്നാലും നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വൈബ്രേഷൻ ഒന്നുമല്ല. പവർ ക്രൂസർ കാറ്റഗറിയിൽ വരുമ്പോൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ആസ്വദിക്കാൻ സാധിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിരുന്നു ഇതിന്റെ റിഫൈൻമെന്റ് എങ്കിൽ അല്പം കൂടി ബെറ്റർ ആയിരുന്നു. 140 മുകളിലേക്ക് എഞ്ചിന് നല്ല സ്ട്രെസ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വളരെ പതിയാണ് സ്പീഡ് കയറുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സിനൊപ്പം സ്ലിപ്പർ ക്ലച്ച് നൽകിയിരിക്കുന്ന ഡൊമിനാർ 400ന്റെ ഈ ഒരു ഫീച്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ക്ലച്ച് ഫീലൊക്കെ വളരെ ലൈറ്റാണ്. സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ കോർണറിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. സപ്പോസ് 5th ഗിയറിൽ നമ്മളൊരു 100 km സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ 5th ഗിയറിൽ നിന്നും 1st ഗിയറിലേക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. ബാക്ക് ടയർ ലോക്ക് ആകാതെ വളരെ ഈസി ആയിട്ട് ടോപ്പ് ഗിയറിൽ നിന്നും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കോർണറിംഗ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ കോർണറിംഗ് ചെയ്യുമ്പോൾ നല്ല ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഇനി ഒരു റൈഡർ ഈ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കംഫർട്ടും ഇരിപ്പുവശവും ഒക്കെ എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഹാൻഡിൽ ബാർ നമ്മുടെ തണ്ടർബേർഡ് X മോഡലിലുള്ള അല്പം നിവർന്നിരുന്ന് ഓടിക്കാവുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ
ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൈറ്റ് പോസ്റ്ററാണ്. പിന്നെ അല്പം ഷോർട്ട് ആയിട്ടുള്ളവർക്ക് യൂ ടേൺ ഒക്കെ എടുക്കുമ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മീഡിയം ഹൈറ്റും ടോൾ ഹൈറ്റും ഉള്ളവർക്കാണ് കൂടുതൽ ബെറ്റർ. എൻ്റെ ഹൈറ്റ് 5.9 ആണ്. സീറ്റ് തീർത്തും ഹാർഡും അല്ല, തീർത്തും സോഫ്റ്റും അല്ലാത്ത രീതിയിലാണ്. അത്യാവശ്യം വൈഡാണ്. പില്യൻ സീറ്റ് ടൂറിങ്ങിനാണെങ്കിൽ അത്ര പോരാ. ഒരു 100 കിലോമീറ്റർ ഒക്കെ വരെ ഉള്ളൂ വലിയ കുഴപ്പമില്ലാതിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. സിറ്റി റൈഡിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കാൽമുട്ടിന്റെ പോർഷനൊക്കെ ടാങ്കിനോട് ചേർത്ത് വെച്ച് ഓടിക്കാൻ പറ്റും. നല്ല ഗ്രാബ് റൈൽസ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്ക് റെസ്റ്റ് ഇല്ല. ബാക്ക് റെസ്റ്റ് ഒരു 1500 രൂപ മുടക്കം ആണെങ്കിൽ നമുക്ക് ആക്സസറീസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഹാൻഡിൽ ബാർ ഉയർത്താനുള്ള റേസർ അതിന് ഒരു 1450 രൂപയാവും. 182 കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും വണ്ടി ഓടിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് തോന്നത്തില്ല. പക്ഷേ പാർക്കിങ്ങിലൊക്കെ തള്ളി നിൽക്കേണ്ടി വരുമ്പോൾ എന്നെ പോലെയുള്ളവർക്ക് ഇച്ചിരി പണിയാണ്. പിന്നെ സ്പീഡ് ഒരു 140 വരെയൊക്കെ വളരെ സ്റ്റേബിൾ ആണ്. അതിന് മേലോട്ട് പോകുന്നതോറും അല്പം കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ടയർ MRF ടയറാണ്. അപ്പോൾ പൊതുവെ മീഡിയം ഹാർഡായിട്ടുള്ള ടയറുകളാണ്. ഇത് ഓഫ് റോഡിന് അത്രയ്ക്ക് കോൺഫിഡൻസ് തരത്തില്ല. പക്ഷേ ഹൈവേക്ക് പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ടയർ. 20,000 കിലോമീറ്ററൊക്കെ വരെ ഇതിന് ലൈഫ് കിട്ടും. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് സ്റ്റിഫർ സൈഡാണ്. ഇതൊരു പവർ ക്രൂസർ ആയതുകൊണ്ട് തന്നെ ഹൈവേയിൽ നല്ല ത്രില്ലിംഗ് ആയിട്ട് ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ ബജാജ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റെബിലിറ്റിക്ക് ഒട്ടും കുറവ് വരത്തില്ല. വോബ്ലിംഗ് ഇഷ്യൂ ഒന്നും അങ്ങനെ വരാറില്ല. സിറ്റിയിൽ ഏകദേശം ഒരു 27-30 റേഞ്ചിലും ഹൈവേയിൽ മോശമല്ലാത്ത രീതിയിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചാൽ, അതായത് ഒരു 80-90 km/h ഓടിക്കുകയാണെങ്കിൽ ഒരു 35 വരെയൊക്കെ കിട്ടും. പക്ഷേ ഈ വണ്ടിയുടെ പവർ വെച്ച് നമ്മൾ ആരും ഇത് നേരെ ഓടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് റാഷായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ 30 എന്നുള്ളതൊക്കെ ഒരു 25 ആയിട്ട് മാറും. പവർ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് മൈലേജാണ് ഡോമിനാർ ഓഫർ ചെയ്യുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഓഫ് റോഡൊന്നും പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹംസ് ചാടുമ്പോഴും വിഷയമൊന്നുമില്ല. പക്ഷേ വലിയ ഹമ്പാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ താഴ്ഭാഗത്ത് നിൽക്കുന്ന കൗള് ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ഗാർഡൊക്കെ തീരെ മോശമാണ്. കാരണം ഇത്രയും വെയിറ്റുള്ള ഒരു വണ്ടി താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ഒന്നും ഈ ക്രാഷ് ഗാർഡിനില്ല. ഒട്ടും സോളിഡ് അല്ല. അതുകൊണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് ഗാർഡ് ഒരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഫ്യൂൾ ടാങ്ക് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ടൂറിങ്ങിന് പോകുമ്പോൾ മാഗ്നറ്റിക് ബാഗ് ഒന്നും വെക്കാൻ പറ്റില്ല. സ്വിച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിററിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് പോർഷൻ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. RR310 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി അത്ര മികച്ചതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബജാജിൻ്റെ മറ്റ് ബൈക്കുകളെ അപേക്ഷിച്ച് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ RS200 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ബ്രേക്കിംഗ് കേപ്പബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ റിയർ ബ്രേക്ക് പോരാ കേട്ടോ. ഫ്രണ്ട് ബ്രേക്കിംഗ് കൊള്ളാം. കാരണം ഡിസ്കിന്റെ സൈസ് ഒരു 320 mm വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ അതിഗംഭീരമാണെന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും മോശമല്ലാത്ത ബ്രേക്കിംഗ് കേപ്പബിലിറ്റി ആണെന്ന് പറയാം. ഡൊമിനാറിൻ്റെ LED ഹെഡ്ലൈറ്റ് നല്ല പവർഫുൾ ആണ്. ലോബിയും നല്ല വിസിബിലിറ്റിയാണ്. പക്ഷേ മഴയുള്ളപ്പോൾ അല്ലെങ്കിൽ ഫോഗി ആയിട്ടുള്ള വെതറൊക്കെ ഉള്ളപ്പോൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ബീം അത്ര വിസിബിലിറ്റി കിട്ടുന്നില്ല. ടൂറിങ്ങിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. എക്സോസ്റ്റ് ഡിസൈൻ അത്ര പോരെങ്കിലും നല്ല കിടുവായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. അത്യാവശ്യം ബാസുള്ള കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. ഇനി നമുക്ക് മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് സർവീസ് 5000 കിലോമീറ്ററിലും തേർഡ് സർവീസ് 10000 കിലോമീറ്ററിലുമാണ്. ഓയിലും ഫിൽറ്ററും ഫസ്റ്റ് സർവീസിലും തേർഡ് സർവീസിലും ചേഞ്ച് ചെയ്യണം. പിന്നീട് എല്ലാ 10000 കിലോമീറ്ററിലും ഓയിൽ ചേഞ്ചും ഫിൽറ്ററും ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഓരോ 5000 കിലോമീറ്റർ കൂടുമ്പോഴും ഓയിൽ ടോപ്പപ്പ് ചെയ്യണം. പിന്നെ ആദ്യത്തെ ഒരു 1000 കിലോമീറ്റർ വരെ 70 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. 2000 കിലോമീറ്റർ വരെ 85 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പ്രോപ്പർ ഗിയറിൽ മാത്രം ഓടിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ 2000 കിലോമീറ്റർ വണ്ടി എങ്ങനെ ഓടിക്കും എന്നനുസരിച്ചിട്ടിരിക്കും വണ്ടിയുടെ എഞ്ചിൻ ലൈഫ്. റാഷ് റൈഡിംഗ് ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 5000 RPM ബജാജ് ECU ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടേ ലോക്ക് മാറ്റുകയുള്ളൂ. ടയർ പ്രഷർ ഫ്രണ്ടിൽ 29 PSIയും റയറിൽ 32 PSI ആണ്. അതെപ്പോഴും ചെക്ക് ചെയ്യുക. പെയ്ഡ് സർവീസ് ഒരു 2000-2500 ഒക്കെ ആകത്തുള്ളൂ. ചെയിനും സ്പ്രോക്കറ്റും ഒക്കെ 20,000 കിലോമീറ്റർ വരെ ലൈഫ് കിട്ടും. ഒരു 3,000-3,500 ആണ് എൻ്റെ കോസ്റ്റ്. ടയർ ലൈഫ് ഒരു 20,000 ഒക്കെ കിട്ടും. ബ്രേക്ക് പാഡിന് 200 rupees ഒക്കെ ഉള്ളൂ. വളരെ ചീപ്പാണ്. ബാറ്ററി മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാർട്ടർ ബട്ടൺ ഒരു 5 സെക്കൻഡിന് മേളിൽ പ്രസ് ചെയ്യാതിരിക്കുക. തുടർച്ചയായിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യരുത്. ഒരു 10 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 minutes എങ്കിലും രാവിലെ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഓൺ ചെയ്ത് വെച്ച് അതിനുശേഷം മാത്രമേ വണ്ടി ഓടിക്കാവുള്ളൂ. കാരണം ഇത് എഞ്ചിനിൽ കിടക്കുന്ന ഓയിലൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ത്രോട്ടിൽ വെറുതെ റേസ് ചെയ്യാൻ പാടില്ല. തണുത്തിരിക്കുന്ന എഞ്ചിനല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏതൊക്കെ ഗിയറിൽ ഏതൊക്കെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഓടിക്കണം എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം. ബാറ്ററി മെയിൻ്റനൻസിൽ അഡീഷണൽ ആയിട്ടുള്ള വലിയ ഹോണോ മ്യൂസിക്കൽ ബ്രേക്ക് ലൈറ്റോ ഒക്കെ
അങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ECU തന്നെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ വണ്ടി ഒരു 2 വീക്സിന് മേളിൽ ഓടിക്കാതിരിക്കുകയാണെങ്കിൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ചെയിൻ ലൂബ്രിക്കേഷൻ എല്ലാ 500 കിലോമീറ്റർ കൂടുമ്പോഴും ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണം. എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. ഇനി ഈ വണ്ടിയുടെ പ്രോസും കോൺസും ഒക്കെ നമുക്ക് നോക്കാം. ഇനി ആർക്കൊക്കെ ഈ വണ്ടി സ്യൂട്ടാവുമെന്ന് നോക്കിയാലോ. പ്രാക്ടിക്കലി ഇന്ത്യൻ റോഡിൻ്റെ അവസ്ഥ നല്ലോണം മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബൈക്കാണിത്. സിറ്റിയും ഓഫ് റോഡിങ്ങും ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാം. എസ്പെഷ്യലി ടൂറിങ്ങിനും ഹൈവേക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വണ്ടി. നല്ല പഞ്ചിയായിട്ട് ഹൈവേയിൽ നല്ല ത്രില്ലോടെ ഓടിക്കാൻ പറ്റിയ ഒരു പവർഫുൾ ക്രൂസർ ബൈക്ക് ഡൊമിനാർ. സ്ലിപ്പർ ക്ലച്ചും ABS-ഉം ഒക്കെയുള്ള നല്ലൊരു ബെസ്റ്റ് പാക്കേജാണ് ഡൊമിനാർ 400. വാല്യൂ ഫോർ മണിയാണ് കേട്ടോ. അപ്പോൾ 2019 മോഡൽ ഉടനെ ഇറങ്ങും. അതിൻ്റെ അപ്ഡേറ്റ്സ് ലോഞ്ച് ചെയ്താൽ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അങ്ങ് ഞെക്കിപ്പൊട്ടിച്ചേരും. പിന്നെ സൈഡിൽ കാണുന്ന ആ ചെറിയ ബെൽ ബട്ടണും കൂടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.